ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് സോന മരിയ. ഞാനൊരു CA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റാണ്. ഈ മെയ് 24 അറ്റംപ്റ്റിൽ എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. അതേപോലെ ഒരു BCom ഗ്രാജുവേറ്റും കൂടിയാണ്. അപ്പോൾ CAക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു 7 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, തിയറി പേപ്പർ ആണെങ്കിലും പ്രോബ്ലം പേപ്പർ ആണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടിന് ഒരു ബുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഒക്കെ പറയുമായിരിക്കും നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് വേണം. ശരിയാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഷോർട്ട് നോട്ട് വേണം. അതായത് പേപ്പറിലാകാം അല്ലെങ്കിൽ ബുക്കാകാം, നമുക്ക് എന്താണോ കംഫോർട്ട് അതേപോലെ നമ്മൾ ചെയ്യുക. തിയറി പേപ്പറൊക്കെ ആണെങ്കിൽ നമ്മൾ വലിച്ചു വാരി എഴുതരുത്. തിയറി പേപ്പറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കീവേഡ്സ്, നമുക്കറിയാം ഏത് എക്സാമിനാണെങ്കിലും നമുക്ക് കീവേഡ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. കുറേ സെൻറ്റൻസ് എഴുതി വെക്കുന്നതിലല്ല, ക്വാണ്ടിറ്റി അല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റിയാണ്. അതേപോലെ അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ടും എക്സാമിന് മുൻപ് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾ പെട്ടെന്ന് എടുത്ത് നോക്കും, നമുക്ക് എക്സാമിന് മുൻപ് ഒരു ദിവസമേ ഗ്യാപ്പ് കാണുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാത്തിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടണം. അതേപോലെ നമ്മളൊരു ബുക്ക് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ തിയറി പേപ്പറൊക്കെ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഒരു ബുള്ളറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ എഴുതുക. ഇനിയിപ്പം പ്രോബ്ലം പേപ്പറൊക്കെ ആണെങ്കിൽ അതിൻ്റെ തിയറി, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എഴുതാൻ വേണ്ടി നമുക്കൊരു ബുക്കോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വേണം. കീവേഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് കോട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അതൊന്ന് റിവൈസ് ചെയ്യാൻ പാകത്തിന് നമുക്കൊരു ഷോർട്ട് നോട്ട് എന്തായാലും വേണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എക്സാമിന് തലയിൽ നമ്മൾ ബുക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പാടായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴോ എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ മുതലേ ഓരോ ചാപ്റ്ററിൻ്റെയും കീവേഡ്സ് എഴുതി നമ്മൾ ശീലിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് ഒക്കെ പോലെയുള്ള തിയറി പേപ്പേഴ്സ് നമുക്ക് ഏറ്റവും പാടായിട്ട് തോന്നും. നമ്മൾ ഈ എക്സാമിൻ്റെ ഒരു സമയം ആവട്ടെ, നമ്മളോട് പറയും നിങ്ങൾ ആദ്യമേ ഓഡിറ്റിംഗ് പഠിച്ചു വെച്ചിട്ടും കാര്യമില്ല, കാരണം എക്സാം ആകുമ്പോഴേക്കും ഇതൊക്കെ മറക്കും എന്നൊക്കെ പലരും പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും എക്സാമിൻ്റെ സമയം ആവാനായിട്ട് നമ്മൾ മാറ്റി വെക്കരുത്. കാരണം നമ്മൾ മറ്റു കുറേ സബ്ജക്ട്സ് ഉണ്ട്, നമുക്ക് 5-6 സബ്ജക്ട്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഓഡിറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ കാണാത്തൊരു പേജ് നമ്മൾ ഈ എക്സാമിന് സമയത്ത് കാണുമ്പോൾ നമ്മൾ വല്ലാണ്ട് ടെൻഷനാകും. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് കാര്യം നമ്മൾ പഠിച്ചാലും അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഓഡിറ്റിങ്ങിലൊക്കെ ആണെങ്കിലും ഇൻവെൻട്രി കൗണ്ടിങ്ങിനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പം നമ്മളൊരു ഓഡിറ്ററാണ്, നമ്മളൊരു ഇൻവെൻട്രി കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു, ഇനി അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരുങ്ങി പോകുന്നു, അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു, ഇന്ന കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന ഒരു ഒപ്പീനിയൻ പറയണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. എന്തിനോടെങ്കിലൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ കുറേ സെക്ഷൻസ് പഠിക്കാനുണ്ട്. സെക്ഷൻസൊക്കെ നമ്മുടെ ലോയിലൊക്കെ ഒരു 140 എബോവ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാതെ പഠിക്കാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേ അതല്ല, നമ്മൾ പഠിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ഈ ഇമ്പോസിബിൾ എല്ലാം നമ്മൾ പോസിബിൾ ആക്കി മാറ്റണം. അപ്പം ഈ ഒരു സെക്ഷൻസ് പഠിക്കുമ്പോഴേക്കാണെങ്കിലും എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് പഠിക്കാതെ ഒരു 3 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം ഉള്ള ഒരു സെറ്റ് ആക്കുക. അങ്ങനെ ഓരോന്നോരോന്നൊരു സെറ്റാക്കി എന്തിനോടെങ്കിലും ഒന്ന് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സാമിന് സമയം നമുക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. അതേപോലെ ഓരോന്നും നമുക്ക് ഓരോ കോഡ് ഉണ്ടാക്കാം. ഇപ്പം ഞാനിപ്പം നമ്മൾ ക്ലാസ് വരുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് എനിക്കറിയാവുന്ന കോഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കുക, ഒരു കീ വേർഡ് പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഓരോന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് നമുക്കിത് ഓർത്തെടുക്കാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വോയിസ് റെക്കോർഡിംഗ്. ഇത് കൂടുതലും യൂസ്ഫുൾ ആവുക നമ്മുടെ തിയറി പേപ്പറിനൊക്കെയാണ്. ഓഡിറ്റിംഗ്, ലോ, SM. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യമാണ്, എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നുമാണ്. ഓരോ സബ്ജക്റ്റിനും നമുക്ക് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ മാത്രമുള്ളെങ്കിൽ അങ്ങനെ, നമുക്ക് കമ്പൈൻസറിക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അവരെയും കൂടി ചേർത്ത് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മളോട് സാറുമാരും ടീച്ചർമാരൊക്കെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQ ചോദിക്കാൻ സാധ്യതയുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇടുക. എക്സാമിന് തലേ ദിവസം അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് ടൈമിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ മതി ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പേജുകൾ മറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോയും കൂടി എടുത്തിടുവാണെങ്കിൽ നമുക്ക് ഒന്ന് ഓടിച്ചിട്ട് നോക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി വോയിസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ലോ, SM അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് നമ്മളൊരു വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് ഇടുക. ഇതെന്താണ് ഇതിൻ്റെ ഒരു യൂസ് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ എക്സാമിന് പോകുന്ന ടൈം ഉണ്ടായിരിക്കും. നമ്മൾ ബസ്സിൽ പോകുന്നവർ കാണും അല്ലെങ്കിൽ വണ്ടിക്ക് പോകുന്നവരൊക്കെ കാണും. അങ്ങനെയൊക്കെ ആണെങ്കിലും ബസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇയർഫോൺ വെച്ച് നമുക്കിത് കേട്ടാൽ മതി. നമ്മൾ എന്തുമാത്രം കേൾക്കുന്നോ അത്രയും കൂടുതൽ നമുക്ക് ഓർമ്മ കിട്ടും. കാരണം നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ചില വേർഡ്സൊക്കെ. നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഒരു വേർഡ് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വോയിസിൽ പറയുക ഈ ഒരു വേർഡ് കീവേഡ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ശ്രദ്ധ കുറച്ചും കൂടി ആ ഒരു കാര്യങ്ങളിലേക്ക് വരും. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് കേൾക്കാം. നമ്മളിപ്പോൾ എന്തെങ്കിലും പണി ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇരുന്ന് വായിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇയർഫോൺസ് വെച്ചിട്ട് ഇത് കേൾക്കാം. അങ്ങനെ നമുക്ക് കുറേ സമയം നമുക്ക് നമ്മുടെ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അതും ചെയ്യാം, ആ കൂടെ നമുക്ക് പഠിക്കുകയും ചെയ്യാം. വേറെ ആരുടെയും ക്ലാസ് തപ്പി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വോയിസ് തന്നെയാണ്, നമ്മൾ എന്താണ് പറയുന്നുള്ളത് നമ്മൾ തന്നെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അതേപോലെ റീകോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ദിവസം പഠിച്ച കാര്യം എന്താണ് എന്നുള്ളത് അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും ഒന്ന് റിവൈസ് ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ എടുത്ത് ആ സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുൻപ് ഞാൻ എന്താണ് തലേദിവസം പഠിച്ചത് എന്നുള്ള കാര്യം കൊണ്ട് റിവൈസ് ചെയ്യുക. ഇനി നമ്മൾ ഒരു തിയറി സബ്ജക്റ്റ് നമ്മളിങ്ങനെ കുറേ കാണാതെ പഠിച്ചു, രാത്രിയാകുമ്പോൾ റിവൈസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ എല്ലാം ഒന്നും ഓർമ്മ വരണമെന്നില്ല. ആ സമയത്ത് നമ്മൾ ഈ വിഷ്വലൈസ് ചെയ്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനും പറ്റും. അതേപോലെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ അറിയാമായിരിക്കണം. നമ്മളിപ്പോൾ കുറേ പഠിച്ചു, അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടി, ചെയ്യാൻ അറിയില്ല, കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പലതരത്തിലുള്ള വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാം. നമ്മളുടെ ബുക്കിൽ തന്നെ ഇല്ലുസ്ട്രേഷൻസിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മാക്സിമം നമ്മൾ സോൾവ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണുമ്പോഴത്തേക്ക് നമ്മളവിടെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് പോകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് ചിലപ്പോൾ എല്ലാം ചെയ്യാൻ അറിയാമായിരിക്കാം, പക്ഷേ ഒറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് അറിയില്ല, അത് ചെയ്യാതെ നമുക്ക് മുൻപോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കാര്യം ഇത്തവണ തൊട്ട് MCQ ഉണ്ടല്ലോ, അപ്പോൾ MCQ നമുക്ക് കാര്യം നമുക്ക് നോക്കുമ്പോൾ ഓപ്ഷൻസ് ഉണ്ട്, ശരിയാണ്. പക്ഷേ ആ ഓപ്ഷനിലുള്ള ഒരു ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോകും. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ, കാരണം MCQ ആണ്, എളുപ്പമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോവുക, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സങ്കടമാകും, ബാക്കി നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ദെൻ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിനും അതേപോലെ പഠിക്കുന്ന കാര്യത്തിലും ടൈം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഒരു ടൈം സെറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ടൈമിനുള്ളിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ആ ഒരു ടൈമിൻ്റെ പ്രശ്നം വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, 7 മിനിറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ 10 മിനിറ്റ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുക. അതുപോലെ പഠിക്കാനിരിക്കുമ്പോഴും ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഇത്ര സമയം വയ്ക്കുക, 2 മണിക്കൂർ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കും, അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ പഠിക്കാനിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സബ്ജക്റ്റ് കൊണ്ട് കുറേ നേരം ഇരിക്കും, നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് നോക്കാനായിട്ട് പറ്റില്ല. അതേപോലെ നമ്മൾ ഒരു ദിവസം പഠിക്കാനിരുന്നു, ഞാൻ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു, അപ്പം ആ ഒരു സമയവും സബ്ജക്റ്റും എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ദിവസം ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ ഇന്നൊരു ദിവസം കൊണ്ട് എത്ര സമയം പഠിച്ചു, എന്തുമാത്രം പഠിച്ചു നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നാളെ നമ്മൾ പഠിക്കുന്ന സമയം കുറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇന്നലെ എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റി, പക്ഷേ ഇന്ന് എനിക്ക് അത്രയും പറ്റിയില്ല, അപ്പോൾ നാളെ എനിക്ക് അതിലും കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ ശ്രമിക്കണം, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് തോന്നി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും ഇപ്പം 7 തൊട്ട് 9 വരെ ഞാൻ ഓഡിറ്റിംഗ് പഠിച്ചു 2 മണിക്കൂർ, അതേപോലെ 9 തൊട്ട് 10 വരെ ഞാൻ SM പഠിച്ചു 1 മണിക്കൂർ, അങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നൈറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് എത്ര മണിക്കൂർ ഉണ്ടെന്ന് നമ്മൾ നോക്കുക. ദെൻ ലാസ്റ്റാണ് പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫ്രണ്ടിന് പഠിക്കാൻ ഈ ഒരു കാര്യം പഠിക്കാൻ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മതി, പക്ഷേ നിങ്ങൾക്കൊരു 15-20 മിനിറ്റ് എടുക്കും, അവർക്ക് 5 മിനിറ്റ് മതി, എനിക്ക് ഇത്രയും സമയം എടുക്കുന്നു, ഞാൻ വളരെ പിന്നിലാണ്, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. കാരണം എല്ലാവരുടെയും കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, എല്ലാവർക്കും ഒരേ ഗ്രാസ്പിംഗ് പവർ ആയിരിക്കില്ല, പലർക്കും ഡിഫറെൻ്റ് ആണ്. സമയം എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇൻവോൾവ് ആയിട്ട് എന്തുകൊണ്ട് ഇത് വന്നു അങ്ങനെ രീതിയിൽ നമ്മൾ ചിന്തിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ ചിന്തിച്ച് നമ്മളിങ്ങനെ സമയമെടുത്ത് നമുക്ക് എന്ന് വെച്ചാൽ ഒത്തിരി സമയം എടുത്തങ്ങ് പോകരുത്. ഒരു ഡൗട്ട് വന്നാൽ ആ ഒരു ഡൗട്ടും കൊണ്ട് മാക്സിമം ഒരു 10 മിനിറ്റ് ഒക്കെ ഇരിക്കുക. കാരണം നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡൗട്ട് അപ്പോഴും സോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം, അങ്ങനെ സോൾവ് ആക്കുക. അല്ലാതെ ഞാൻ തന്നെ ഇത് സോൾവ് ചെയ്യുള്ളൂ അങ്ങനെ വാശി പിടിച്ചിരുന്നാൽ നമുക്ക് ടൈം കുറേ നഷ്ടമാകും. അതുകൊണ്ട് ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാത്രം ഒരു ഡൗട്ടും കൊണ്ടിരിക്കുക. എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും ചോദിച്ചിട്ട് കൺഫേം ചെയ്യുക. അല്ലാതെ കമ്പാരിസൺ ചെയ്ത് നമ്മുടെ സമയം കുറേ പോകുമെന്നല്ലാതെ നമുക്ക് വേറെ ഒരു യൂസും ഇല്ല. ലാസ്റ്റ് ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേക്കും ആ ഒരു 3 മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് കമ്പാരിസനൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു 7 കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചാൽ നമുക്ക് മാക്സിമം കോൺഫിഡൻസോട് കൂടെ നമുക്ക് കോൺഫിഡൻസ് വേണം, എങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം കോൺഫിഡൻസോട് കൂടി നമുക്ക് എക്സാം എഴുതണമെങ്കിൽ ഈ ഒരു 7 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക, എല്ലാവരും പാസ്സാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.